എന്താ നിധി നീ കാണിക്കുന്നത്? നീ എന്ത് ചെയ്യാൻ പോവാ? ഗൗതം പ്ലീസ് എന്നെ തടയാനൊന്നും നോക്കണ്ട. എനിക്കൊരു 2 ദിവസം എന്റെ വീട്ടിൽ പോയി നിൽക്കണം. മാറി നിൽക്ക്, എന്നാലേ മനസ്സൊന്ന് ശാന്തമാക്കാൻ പറ്റൂ. 2 ദിവസമോ 2 ആഴ്ചയോ നീ വീട്ടിൽ പോയി നിന്നോ, അതിൽ എനിക്കൊരു വിരോധവും ഇല്ല. പക്ഷേ ഈ പോക്ക് അത് നടക്കില്ല നിധി. ഇങ്ങനെ പിണങ്ങി പോവാൻ ഞാൻ സമ്മതിക്കില്ല. ഗൗതം പ്ലീസ്, ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്ക്. നിസ്സാര ഷോക്കല്ല എനിക്ക് കിട്ടിയത്. അത്ര പെട്ടെന്നൊന്നും എനിക്ക് ഇതുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റില്ല. ഈ ഷോക്കിൽ നിന്ന് എനിക്കൊരു മോചനം കിട്ടണമെങ്കിൽ ഇവിടുന്ന് എനിക്കൊന്ന് മാറി നിന്നേ പറ്റൂ. നിനക്ക് അത്രയ്ക്ക് അങ്ങ് ഷോക്കാവാൻ വേണ്ടി എന്ത് തെറ്റാ ഞാൻ ചെയ്തേ? ചെയ്തത് തെറ്റാണെന്ന് ഗൗതമിന് ഇപ്പോഴും തോന്നുന്നില്ല അല്ലേ? ശിവാനിയെ പ്രണവിന്റെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടി ഒരു പെണ്ണിനെ ഇറക്കി നാടകം കളിച്ചിരിക്കുന്നു. ഇത്തരം മണ്ടൻ ഐഡിയ ഒക്കെ ഗൗതമിന് എവിടുന്ന് കിട്ടി? ഇത്തരം ഫോളിഷ്നെസ്സുമായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോ അത് എന്നോടൊന്ന് പറയണമെന്ന് തോന്നിയോ ഗൗതമിന്? ഇല്ലല്ലോ. പ്ലീസ്. എന്തുകൊണ്ട് പറഞ്ഞില്ല? പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. അതുകൊണ്ട് പറഞ്ഞില്ല. വേണ്ട, ഇപ്പൊ കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല എനിക്ക്. ആ ബാഗ് ഇങ്ങോട്ടെടുക്ക്, എനിക്ക് പോണം. നിന്നെ വിടില്ലാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പോണ്ടാന്ന് പറഞ്ഞാ പോണ്ട, അത്രാണ്. ഇത് വലിയ കഷ്ടമാണ് ഗൗതം. എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് കുറച്ച് മനസ്സമാധാനം വേണോ ഇപ്പോ? നിന്റെ മനസ്സമാധാനം അപ്പാടെ അങ്ങ് തകർന്നു പോകുന്ന വിധത്തിൽ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രണവിന്റെയും ശിവാനിയുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോഴിങ്ങനെയൊക്കെ സംസാരിക്കാൻ ഗൗതമിന് എങ്ങനെ മനസ്സ് വരുന്നു? ഒന്ന് ആലോചിച്ച് നോക്ക്. ആ പ്രണവ് ഇതങ്ങനെ അറിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? അതിനെക്കുറിച്ച് ഗൗതം ചിന്തിച്ചോ? സ്വന്തം അനിയന്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണിനെ വാടകയ്ക്കെടുത്ത് പ്രണയം അഭിനയിക്കാനായി പറഞ്ഞു വിട്ടിരിക്കുന്നു. പുച്ഛം തോന്നുന്നില്ലേ ഗൗതം ഗൗതമിനോട് തന്നെ? സത്യം പറയാലോ, എന്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് എനിക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. അത് മുഴുവൻ ഈ ഒരൊറ്റ സംഭവത്തോടെ അപ്പാടെ തകർത്ത് കളഞ്ഞില്ലേ നിങ്ങള്? ഓ, ഇത്രയൊക്കെ എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ ഒരു കാര്യം നീ മനസ്സിലാക്കണം. ഞാൻ ഇതൊക്കെ ചെയ്തത് ശിവാനിക്കോ പ്രണവിന് വേണ്ടിയിട്ടോ ഒന്നും അല്ല, നിനക്ക് വേണ്ടിയിട്ടാ. ശിവാനിയെ ഈ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന് പലവട്ടം നീ എന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? ഓഹോ, അപ്പൊ അതാണ് കാര്യമല്ലേ? പിന്നല്ലാതെ അതെന്താ കാര്യമല്ലേ? ശിവാനിയെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞ കാര്യം നിഷേധിക്കുന്നില്ല. അത് ശിവാനി നല്ലവളായതുകൊണ്ടോ അവളോടുള്ള സ്നേഹം മൂത്തതുകൊണ്ടാണെന്നുമാണോ ഗൗതം കരുതിയിരിക്കുന്നത്? എന്നെ വളർത്തി വലുതാക്കിയ എന്റെ അമ്മാവന്റെ സങ്കടം കണ്ടപ്പോ അവൾക്ക് തിരുത്താൻ ഒരു അവസരം കൊടുക്കണമെന്ന് മാത്രമേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ. ഇപ്പോഴും അത് തന്നെയല്ലേ ഞാനും ചെയ്തത്. അവൾക്ക് തിരുത്താനായിട്ട് ഒരു അവസരം കൊടുത്തു നോക്കുന്നു. നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ എന്ന് വിചാരിച്ചു. അതിലിപ്പോ എന്താ എത്ര വലിയ തെറ്റ്? പ്രണവിനെ സ്നേഹിക്കാനായി ഒരു പെണ്ണിനെ അഭിനയിക്കാൻ വിട്ടുകൊടുത്തിട്ടാണോ വേറൊരാളെ നന്നാക്കുന്നത്? ഇത്രയും മരം മണ്ടൻ പരിപാടിക്ക് ഇറങ്ങാൻ എങ്ങനെ മനസ്സ് വന്നു ഗൗതമിന്? ഐശ്വര്യ നടത്തിയത് മുഴുവൻ ഒരു നാടകമായിരുന്നു എന്ന് പ്രണവിനോട് അമ്മയോടും ചെന്ന് ഗൗതമിന് പറയാൻ പറ്റുമോ? അവരുടെ പ്രതികരണം എന്തായിരിക്കും എന്നൊന്ന് ആലോചിച്ചു നോക്ക്. പ്രണവ് ഐശ്വര്യയെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടാ. ഐശ്വര്യ മരുമകളായി വരുമെന്നുള്ള പ്രതീക്ഷയിലാ അമ്മ ഇപ്പോഴും ഉള്ളത്. അവരുടെയൊക്കെ മുന്നിൽ ചെന്ന് നിന്ന് ഞാൻ ചെയ്തത് വലിയ സംഭവമാണെന്നും പറഞ്ഞ് സ്ഥാപിച്ചെടുക്കാൻ ഗൗതമിനെ കൊണ്ട് പറ്റുമോ? അവർ ഈ മുഖത്തിന് നേരെ വിരൽ ചൂണ്ടി ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോ എന്ത് മറുപടി പറയും? വേണ്ട ഗൗതം, ഇത്രയും വലിയൊരു പ്രശ്നത്തെ ഫേസ് ചെയ്യാനുള്ള തന്റെ ഇടം എനിക്കില്ല. ഒളിച്ചോടുകയാണോ എന്ന് ചോദിച്ചാ അങ്ങനെ തന്നെയാ. ഈ ടെൻഷൻ താങ്ങാൻ എനിക്ക് വയ്യ. എനിക്ക് പോയേ പറ്റൂ ഇവിടുന്ന്. എനിക്ക് പോണം. ഞാൻ 2 ദിവസം വീട്ടിൽ നിന്നിട്ട് ഇങ്ങ് തിരിച്ചു വന്നോളാം. ഗൗതം, ആ ബാഗ് ഇങ്ങ് താ. എന്തായാലും നിന്നെ ഇന്ന് ഇവിടുന്ന് എങ്ങോട്ട് വിടുന്ന പ്രശ്നമില്ല. ഗൗതം, ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. ബാഗ് ഇങ്ങ് താ. തരില്ല എന്ന് പറഞ്ഞാൽ തരില്ല. വിട്. തരില്ല എന്ന് പറഞ്ഞാൽ തരില്ല. ബലം പിടിക്കില്ല. എന്താടാ
എന്താ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം? ഞങ്ങൾ ഭാര്യയ്ക്കും ഭർത്താവിനോട് പല പ്രശ്നങ്ങൾ കാണും. അതെല്ലാം അമ്മയെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അതിൽ കയറി ഇടപെടേണ്ട ആവശ്യം അമ്മയ്ക്കില്ല. പോയേ, ഒന്ന് ഇറങ്ങിപ്പോയേ മുറിയുന്നു. സോറി. അമ്മ എല്ലാം ഈ പരുവത്തിൽ എത്തിച്ചപ്പോ സമാധാനായല്ലോ. ഇനി ഇതെങ്ങനെ അവസാനിപ്പിക്കണോന്ന് സ്വയം അങ്ങ് തീരുമാനിച്ചോ. ഒന്നിനും എന്നെ വിളിക്കണ്ട.